കേരളത്തിലെ ഫിലിം സൊസൈറ്റികളുടെ 60-ാം വാർഷികാഘോഷം നടന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബ് TNG ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് വിശ്വവിഖ്യാത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഫിലിം സൊസൈറ്റികളുടെ ഭാഗമായി പുറത്തുവിടുന്ന സിനിമകൾ കാണുന്നവർക്ക് പിൽക്കാലത്ത് ആ സിനിമകൾ ഒരു പ്രചോദനമായിരിക്കുമെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. മണിക്കർക്ക് ഓരോ ദിവസവും സൗജന്യമായിട്ട് ഓരോ പേപ്പർ ഇട്ടാൻ പറഞ്ഞു. അത്രമാത്രം അദ്ദേഹത്തിൻ്റെ ഉള്ളഴിഞ്ഞ ഒരു പ്രവർത്തനം, അതിനോടുള്ള അർപ്പണം ശ്ലാഘനീയമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം തുടങ്ങി കുറേശ്ശെയായിട്ട് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഞങ്ങളുടെ നാട്ടിൽ അടൂര് അതെന്ന് പറഞ്ഞാൽ ഉൾനാട്ടിലാണ് ഞങ്ങളുടെ സ്ഥലം. അവിടെ നാട്ടുപുറത്ത് തൂവയൂർ വടക്കെന്ന് പറയും. തൂവയൂർ എന്ന് പറഞ്ഞാൽ തന്നെ ഉള്ളിലാണ്, അതിൻ്റെയും വടക്കാണ്. അവിടെ ഞങ്ങൾ ഒരു വായനശാല ആരംഭിച്ചു. ഈ വായനശാല അദ്ദേഹം അക്കാലത്ത് സന്ദർശിച്ചെനിക്ക് ഓർമ്മയാണ്. അപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റി ഞങ്ങളെ വളരെ പ്രോത്സാഹിപ്പിക്കുകയും വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും PN പണിക്കർക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഒരു അർപ്പണബോധവും അതിനുവേണ്ടിയുള്ള പ്രവർത്തനവുമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം അതിൻ്റെ ഒരു മോഡലിൽ ചെയ്യണം. കാരണം ഗ്രന്ഥശാലകളുടെ അതിൻ്റെ ഒരു പ്രചാരം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തെ അങ്ങേയറ്റം സമൃദ്ധമാക്കിയ ഒരു പ്രസ്ഥാനമായിരുന്നു. ഫിലിം സൊസൈറ്റി കൂട്ടായ്മയുടെ 60-ാം വാർഷികാഘോഷ കമ്മിറ്റി ചെയർമാൻ A. മീര സാഹിബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ MD PS പ്രിയദർശൻ 1965 മുതൽ 1980 വരെയുള്ള കാലഘട്ടത്തിലെ ആദ്യകാല ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൽ പ്രശംസനീയ പ്രവർത്തനം കാഴ്ചവെച്ച 40-ലേറെ മഹത് വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. സൂര്യകൃഷ്ണമൂർത്തി, വിജയകൃഷ്ണൻ, MS തോമസ്, ജോർജ് മാത്യു, മണമ്പൂർ രാജൻ ബാബു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഫിലിം സൊസൈറ്റി ജനറൽ കൺവീനർ ചെറിയാൻ ജോസഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സാബു ശങ്കർ നന്ദിയും രേഖപ്പെടുത്തി. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.